കൂട്ടരെ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 503/2022 LDC ബൈ ട്രാൻസ്ഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്ലാസ് ഭാഗം 5 കുറച്ച് ക്വസ്റ്റ്യൻ കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. 21. നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ആരുടേതാണ്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. കോട്സ് ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം 22. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 368 വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല. ഓപ്ഷൻ ബി ആണ്. നോക്കൂ എന്തൊക്കെയാണ്. ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 368 ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല. ഇതെല്ലാമാണ് ശരിയായ പ്രസ്താവനകൾ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പാർട്ട് 20 ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. നിലവിൽ 106 ഭരണഘടനാ ഭേദഗതികളാണ് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് നോക്കാം. എപ്പോഴും ചോദിക്കാറുള്ളതാണ് 101 ഭരണഘടനാ ഭേദഗതി ബില്ല്. 101 GSTനെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. 102 പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനുള്ള ഭരണഘടനാ പദവി നൽകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു. 103 അമെൻമെൻറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10%, അതായത് EWS ഇപ്പോൾ വന്നല്ലേ നമ്മുടെ ലിസ്റ്റിലൊക്കെ 10% EWSന് റിസർവ്ഡ് ആണ്. അതിനെ സംബന്ധിച്ച് 103 ഭരണഘടനാ ഭേദഗതി. നമുക്കിതിൽ GST ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം. GST എന്ന ആശയം രാജ്യം മുഴുവൻ നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ചത് ആദ്യമായിട്ട് 2000 കേൾക്കർ ടാസ്ക് ഫോഴ്സാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. അതുകൊണ്ട് തന്നെ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, AB വാജ്പേയിയാണ്. GST ആദ്യമായി അരുൺ ജെയ്റ്റ്ലി 2014 ഡിസംബർ 19 ലോക്സഭയിൽ അവതരിപ്പിച്ചു. 122 ബില്ലാണ്. എത്രാമത്തെ അമെൻമെൻറ്റ് ബില്ലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 122 ബില്ലാണ്. അരുൺ ജെയ്റ്റ്ലി 2014 ഡിസംബർ 19 ലോകസഭയിൽ GST ബില്ല് അവതരിപ്പിച്ചു. 2016 സെപ്റ്റംബർ 8 രാഷ്ട്രപതി അംഗീകരിച്ചു. GST നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് ജൂലൈ 1, 2017 എന്നാൽ GST കൗൺസിൽ എന്നാണ് നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 പറഞ്ഞു. GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബറിലാണ്. 2016 സെപ്റ്റംബർ 12 GST കൗൺസിൽ രൂപീകരിക്കാൻ അധികാരമുള്ളത് ആർട്ടിക്കിൾ 279A പ്രകാരം രാഷ്ട്രപതിക്കാണ്. GST കൗൺസിൽ രൂപീകരിക്കാൻ അധികാരം രാഷ്ട്രപതിക്കാണ് ആർട്ടിക്കിൾ 279A പ്രകാരം. നമ്മൾ 101 പറഞ്ഞു, 102 പറഞ്ഞു, 103 പറഞ്ഞു. 103 എന്താണ്? EWSന് 10%
റിസർവേഷൻ അല്ലേ. ഇനി 104 ലോകസഭയിലും സംസ്ഥാന അസംബ്ലിയിലും SC/ST വിഭാഗക്കാർക്കുള്ള സീറ്റ് സംവരണമാണ് 104 ഭേദഗതിയിൽ പറയുന്നത്. ആംഗ്ലോ ഇന്ത്യൻ സംവരണം എടുത്തു കളഞ്ഞൊക്കെ ഈ ബില്ലിൽ ഭേദഗതി പ്രകാരമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 106 ഭരണഘടനാ ഭേദഗതി. 2023 സെപ്റ്റംബർ 28 നിലവിൽ വന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ സംവരണ ബിൽ അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നു. 128 അമെൻമെൻറ്റ് ബില്ലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് 128 അമെൻമെൻറ്റ് ബിൽ. എന്താണെന്ന് നോക്കാം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹി നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ഉൾപ്പെടെ എല്ലാ സീറ്റുകളിലെയും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് 33% സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 128 അമെൻമെൻറ്റ് ബില്ലായിട്ട് ലോകസഭയിൽ അവതരിപ്പിച്ചത് അർജുൻ രാം മേഘ്വാളാണ്. 20 സെപ്റ്റംബർ 2023 ലോക്സഭയിൽ അംഗീകരിച്ചു. രാജ്യസഭ പാസാക്കിയത് 21 സെപ്റ്റംബർ 2023 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 28 സെപ്റ്റംബർ 2023 ഈ 3 ഡേറ്റും എല്ലാ പോയിൻറ്സും, ഒരു പോയിൻറ്സും വിടാനില്ല, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ചേരുംപടി ചേർക്കുക. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ നോക്കൂ. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. സ്വതന്ത്രരായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിയാണ്. ഗവൺമെൻറ്റിനെ 3 ഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ്. ഇമ്പോർട്ടൻ്റ് ആണേ, ഓർമ്മയിൽ വെച്ചോളൂ. അടുത്ത ചോദ്യം കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കൂ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? കേരളത്തിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശാണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏത്? ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ GSTക്ക് ആർട്ടിക്കിൾ ഉണ്ട്, ദേശീയ പട്ടികജാതി കമ്മീഷന് ആർട്ടിക്കിൾ ഉണ്ട്, നീതി ആയോഗും റിസർവ് ബാങ്കും ഭരണഘടനാ സ്ഥാപനം അല്ല. അപ്പോൾ അടുത്ത 5 ചോദ്യങ്ങളോടി കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല പോയിൻറ്സ് ഉണ്ട്. മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. ഒരു പോയിൻറ്റും വിടാവുന്നതല്ല. ഓക്കെ, അടുത്ത ഭാഗവുമായി ഉടനെ വരാം. See you.